നമസ്കാരം പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്തോറും CPM നേതാക്കൾക്ക് കുരുക്ക് മുറുകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം നിലവിൽ CPMന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തുകയാണ്. ആക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം CPM നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കാൻ നീക്കം നടത്തുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയി MLA, CK ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇത് പരിശോധിക്കുക. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടിയ ശേഷമായിരിക്കും പോലീസ് 2 MLA മാരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുക. മാത്രമല്ല, നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയൊരു കാര്യമാണ്, നിലപാടെടുത്തതാണ്. അതായത് ഇപ്പോൾ അറസ്റ്റിലായ നേതാക്കൾ മാത്രമല്ല, ഇവർക്ക് നിർദ്ദേശം നൽകിയ മുതിർന്ന നേതാക്കൾ കൂടി ഈ കേസിൽ പങ്കാളികളാണ്. അവരിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിൽ തന്നെ ED ഉറച്ചു നിൽക്കുന്നു. റെയ്ഡ് നടക്കുമ്പോൾ MV ഗോവിന്ദനും 2 MLA മാരും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MP, V ശിവൻകുട്ടി മുൻ MLA, കടകംപള്ളി സുരേന്ദ്രൻ മുൻ MLA ഇവരും സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രതിഷേധങ്ങളിൽ ഇവരും പങ്കെടുത്തതാണ്. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം കിട്ടാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി അവിടെ എത്തില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുതിർന്ന നേതാക്കളിലേക്ക് എത്തുന്നത്. അറസ്റ്റിലായ CPM പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥരോട് വൈരാഗ്യമില്ല. അതിനാൽ അന്വേഷണം CPM നേതാക്കളിലേക്ക്, അതായത് മുതിർന്ന നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് EDയുടെ നിലപാട്. മാധ്യമങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസ് നിലവിൽ നീക്കം നടത്തുന്നത്. എന്തായാലും അന്വേഷണം മുതിർന്ന നേതാക്കളിലേക്ക് എത്തുമ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോകുമോ, എന്താണ് ഈ കേസിലെ മുന്നോട്ടുള്ള നീക്കം എന്നതടക്കമുള്ള ചോദ്യമൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ കേസിൽ അറസ്റ്റിലായ 10 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാറും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഭിഭാഷകൻ സന്തോഷ് ജോസും വാദിച്ചിരുന്നു. പ്രതികളുമായി യാതൊരു മുൻവിരോധവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതികളുടെ പ്രവൃത്തി ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. അക്കാര്യം കോടതി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുമെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടിരുന്നു. CMRL കേസിലെ അന്വേഷണം പ്രമുഖ വ്യക്തികളിലേക്ക് നീണ്ടാൽ പ്രതികളിൽ നിന്ന് സമാനമായ പ്രതിഷേധം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ശക്തമായ വാദമാണ് ഉണ്ടായത്. അതായത് ഇനി അന്വേഷണം പ്രമുഖരിലേക്ക് നീളുകയാണെങ്കിൽ, ഈ പ്രതികൾ വീണ്ടും പ്രതിഷേധവുമായി വരികയാണെങ്കിൽ അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുമെന്ന് ED അഭിഭാഷകൻ സന്തോഷ് ജോസ് സെഷൻസ് കോടതിയിൽ വാദിച്ചു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നേരത്തെ ജാമ്യം കിട്ടിയതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായി, അതുകൊണ്ട് പ്രതികൾ റിമാൻഡിൽ തുടരേണ്ടതില്ലെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാ കുമാരി പറഞ്ഞത് പോലീസിന്റെ അഭിപ്രായമായിരുന്നില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു. കേസിലെ പ്രതികൾ ആർക്കും EDയോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ അവരുടെ പാർട്ടിക്ക് വിരോധമുണ്ടെന്നും ED അഭിഭാഷകൻ വാദിച്ചു. പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയിരുന്നില്ലെങ്കിൽ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും മുന്നിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ പ്രതികൾ ധൈര്യപ്പെടില്ലായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വലിയ പരിക്കേറ്റിട്ടില്ലെന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ലെന്നും കണ്ണിന് പരിക്കേറ്റിട്ടും വാഹനമോടിച്ച ടാക്സി ഡ്രൈവറുടെ മനോധൈര്യം കൊണ്ടാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്തായാലും 10 പ്രതികൾക്കും ഈ വാദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അവർ വീണ്ടും ജയിലിൽ തന്നെ തുടരും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തായാലും അവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതേസമയം
10 പ്രതികൾക്കും ജാമ്യം നിഷേധിച്ചുള്ള വിധിയിൽ കടുത്ത പരാമർശങ്ങളാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. പ്രതികളെ പുറത്തുവിട്ടാൽ ED ഉദ്യോഗസ്ഥരുടെ ജീവൻ വരെ ഭീഷണിയുണ്ടെന്നാണ് ഇവരെക്കുറിച്ച് ഈ ഒരു വിധി പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല EDയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും വിധിയുടെ പകർപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി EDക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പ്രതികൾ പുറത്തിറങ്ങിയാൽ അക്രമം ആവർത്തിക്കും. ഇനിയും കേസിൽ പ്രതികളെ പിടികൂടാനുണ്ട്. മറ്റു പ്രതികളുടെ അറസ്റ്റും ഇവർ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. പ്രതികൾ പുറത്തിറങ്ങിയാൽ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് CPM പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു ഉത്തരവ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യം പരിഗണിച്ചാണ് കോടതി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവം. അതായത് 3 വാഹനങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് എത്തിയത് പരിശോധനയ്ക്ക്. അതും സ്വകാര്യ വാഹനങ്ങളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഈ വാഹനങ്ങളാണ് പ്രവർത്തകർ തല്ലി തകർത്തത്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ശ്യാംരാജ് എന്ന ടാക്സി ഡ്രൈവറുടെ വാഹനത്തിനാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ശ്യാംരാജ് ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന തിരുവനന്തപുരം ശ്രീകാര്യ സ്വദേശിയും CIT ഓട്ടോ ടാക്സി യൂണിറ്റ് പ്രസിഡന്റുമായ ശ്യാംരാജിന്റെ കാറ് അറ്റകുറ്റപ്പണിക്കായി ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് ED പിന്നാലെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്യാംരാജിന് സഹായം നൽകുമെന്ന CPMന്റെ പ്രഖ്യാപനം നടപ്പാകാതിരുന്നതിനെ തുടർന്നാണ് ED നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത്. ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച മറ്റ് 2 വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ വന്ന അധിക ചെലവും വഹിക്കുമെന്ന് ED നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ശ്യാംരാജിന്റെ കാറിന്റെ ഫിറ്റ്നസ് ആക്രമണത്തിന്റെ 2 ദിവസം മുമ്പ് അവസാനിച്ചതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയിരുന്നില്ല. അതിനാൽ അറ്റകുറ്റപ്പണിക്കായി ചെലവായ മുഴുവൻ തുകയും നൽകാൻ തയ്യാറാണെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കണമെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമി അറിയിച്ചു. മെയ് മാസത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കായി എത്തിയ ED സംഘം ശ്യാംരാജിൻ്റെതുൾപ്പെടെ 3 ടാക്സികളാണ് യാത്ര ചെയ്തത്. അന്നുണ്ടായ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ശ്യാംരാജിന്റെ വാഹനത്തിനായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി ചെലവായ 1 ലക്ഷം രൂപ അടയ്ക്കാൻ കഴിയാത്തതിനാൽ വാഹനം ഇതുവരെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം. വായ്പാ ബാധ്യതയെ തുടർന്ന് വാഹനം ജപ്തി ചെയ്യപ്പെടാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഉപജീവനത്തിനായി നിലവിൽ ശ്യാംരാജ് പെയിന്റിംഗ് ജോലിക്കാണ് പോകുന്നത്. എന്തായാലും ശ്യാംരാജിന്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വേണ്ട ധനസഹായം നൽകാമെന്ന് ഉറപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ശ്യാംരാജ് ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി വിഷയത്തിൽ ഇടപെടും, വേണ്ട രീതിയിലുള്ള സഹായമൊക്കെ ലഭ്യമാക്കുമെന്ന് പ്രത്യേകിച്ച് A. റഹീം MP അടക്കമുള്ളവർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടില്ല. പിന്നാലെയാണ് ശ്യാംരാജിന്റെ അവസ്ഥ വിവരിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.